ഇന്ത്യയിലെ ആദ്യത്തെ സ്നേഹ മ്യൂസിയം കൊടകരയിൽ ജൂലൈ 15 മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത കലകൾ മുതൽ വിവിധ ലോകരാജ്യങ്ങളിലെ കലാകാരന്മാർ സ്നേഹത്തിൽ അധിഷ്ഠിതമായി സൃഷ്ടിച്ച 250ഓളം ചിത്രങ്ങൾ, ശില്പങ്ങൾ, സാഹിത്യകൃതികൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവയും ലോക സംസ്കാരങ്ങളിലെ സ്നേഹദൈവങ്ങൾ, പുരാണങ്ങളിലെ പ്രണയികൾ തുടങ്ങിയ പഠനാർഹമായ പ്രദർശന വസ്തുക്കളും അന്താരാഷ്ട്ര നിലവാരത്തിൽ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ കലാത്മകമായ അവതരണത്തിലൂടെ മനുഷ്യർ തമ്മിലും മനുഷ്യനും പ്രകൃതിയും തമ്മിലുമുള്ള സ്നേഹബന്ധം കൂടുതൽ ആഴത്തിലാകുക എന്നതാണ് മ്യൂസിയത്തിൻ്റെ ദൗത്യമെന്ന് ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ പറഞ്ഞു. ചൊവ്വ മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ മ്യൂസിയം പൊതുജനങ്ങൾക്ക് കാണാനാകും. തിങ്കളാഴ്ച ദിവസങ്ങളിൽ പ്രവേശനമില്ല. പ്രവേശന പാസ് മ്യൂസിയം കൗണ്ടറിൽ ലഭിക്കുമെന്നും ഇവർ അറിയിച്ചു. ജനറൽ ഫിസിഷ്യനും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ സീനിയർ ഫെല്ലോയുമായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലാണ് മ്യൂസിയം ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, നിയമോപദേശകൻ VP ലിസൺ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. സ്നേഹം എന്ന് പറയുന്ന ഒരു ആശയത്തിന് വേണ്ടിയിട്ട്, ആ ഒരു മനുഷ്യ വികാരത്തിന് വേണ്ടിയിട്ട് ഒരു മ്യൂസിയം ഇന്ത്യയിലില്ല. അങ്ങനെ സ്നേഹത്തിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു മ്യൂസിയമാണ് ഈ അടുത്ത ആഴ്ചയിൽ കൊടകരയിൽ, തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിൽ തുറക്കാൻ പോകുന്നത്. ലോകത്തിലെ വിവിധ കലാകാരന്മാർ അത് ചരിത്രാതീത കാലം മുതൽ തന്നെ ഈ സ്നേഹം എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ അവരുടെ കലയെ പലതരത്തിലും പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അത്തരം കലാകാരന്മാർ നമ്മുടെ പരമ്പരാഗത കലാകാരന്മാർ മുതൽ അന്താരാഷ്ട്ര